പ്രപഞ്ചത്തിലെ ഗ്രഹഗതികൾ മനുഷ്യജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നത് എന്നും കൗതുകകരമായ ഒരു പഠന വിഷയമാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന പ്രപഞ്ച സത്യം പോലെ ഓരോ മാസവും ഓരോ നക്ഷത്ര ജാതർക്കും പുതിയ വെല്ലുവിളികളും അവസരങ്ങളും കാത്തുവെക്കാറുണ്ട്. എന്നാൽ 2026 ഏപ്രിൽ മാസം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസക്കാലം എന്നതിലുപരി അവരുടെ കരിയറിലും സാമ്പത്തിക അടിത്തറയിലും വലിയ മാറ്റങ്ങൾ കുറിക്കുന്ന ഒരു പരിവർത്തന കാലഘട്ടം കൂടിയാണ്. ജ്യോതിഷ മണ്ഡലത്തിലെ 13ാമത്തെ നക്ഷത്രമാണ് അത്തം. ചന്ദ്രനധിപനായ ഈ നക്ഷത്രം കന്നി രാശിയിലാണ് വരുന്നത്. ബുദ്ധിശക്തി, നർമ്മബോധം, കഠിനാധ്വാനം, കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് എന്നിവ അത്തം നക്ഷത്രക്കാരുടെ മുഖമുദ്രയാണ്. കൈപ്പത്തി ചിഹ്നമായ ഈ നക്ഷത്രക്കാർ സ്വന്തം കൈക്കരുത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എത്ര കഠിനാധ്വാനം ചെയ്താലും ചില സമയങ്ങളിൽ ഭാഗ്യം തുണയ്ക്കാത്ത സാഹചര്യം ഇവർ നേരിടാറുണ്ട്. 2026 ഏപ്രിൽ മാസത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് കാലങ്ങളായി തടസ്സപ്പെട്ട് കിടന്ന ഭാഗ്യ കവാടങ്ങൾ തുറക്കപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചല്ല നാം ഈ വിശകലനം നടത്തുന്നത്, മറിച്ച് ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാമെന്ന് കൂടിയാണ്. ഏപ്രിൽ മാസം എന്നത് മേടസംക്രമത്തിന്റെ കാലം കൂടിയാണ്. സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അത്തം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ സംരംഭങ്ങളിലേക്ക് എടുത്തു ചാടാനുള്ള ഊർജം ലഭിക്കുകയും ചെയ്യും. പക്ഷേ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഗ്രഹനില നൽകുന്നുണ്ട്. 7-ലെ ശനി ചില ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. ധനയോഗം ശക്തമാണെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളുടെ ബഡ്ജറ്റ് തെറ്റിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആവേശത്തിന് വഴങ്ങി തീരുമാനങ്ങൾ എടുക്കാതെ വിവേകത്തോടെ നീങ്ങേണ്ട ഒരു മാസമാണിത്. നിങ്ങളുടെ വരുമാനത്തിൽ എങ്ങനെയുള്ള കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഏതൊക്കെ മേഖലകളിൽ നിക്ഷേപം നടത്തിയാൽ അത് ധനസമൃദ്ധിയിലേക്ക് നയിക്കും? വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണോ? ബിസിനസ്സിലെ പങ്കാളികളുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കും? സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ശാസ്ത്രീയമായ ജ്യോതിഷ നിരീക്ഷണങ്ങളിലൂടെ നാം ഈ വീഡിയോയിലൂടെ നോക്കിക്കാണുന്നു. അത്തം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കരിയറിലും കുടുംബജീവിതത്തിലും ഒരു സുരക്ഷിത കവചം തീർക്കാൻ ഈ പ്രവചനം സഹായിക്കുമെന്ന് ഉറപ്പാണ്. അത്തം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം സാമ്പത്തികമായി ഒരു പരിവർത്തന കാലഘട്ടമാണ്. നിങ്ങളുടെ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഏപ്രിൽ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ കൃത്യമായ വർധനവ് പ്രതീക്ഷിക്കാം. 10ാം ഭാവത്തിലെ വ്യാഴം നിങ്ങളുടെ തൊഴിലിലൂടെ വരുമാനം വർദ്ധിപ്പിക്കും. ശമ്പള വർധനവോ അല്ലെങ്കിൽ അധിക ആനുകൂല്യങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. തറവാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ ഈ മാസം അതിനൊരു പരിഹാരം കാണാൻ സാധിക്കും. സ്വത്ത് വിൽക്കുന്നതിലൂടെയോ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെയോ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാം. 6ാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെങ്കിലും വലിയ തുകകൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. ചെറിയ രീതിയിലുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട്. നിലവിലുള്ള ലോണുകൾ തിരിച്ചടയ്ക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. പുതിയ കടങ്ങൾ എടുക്കുന്നത് ഈ മാസം പരമാവധി ഒഴിവാക്കുക. ഏപ്രിൽ 14-ന് ശേഷം സൂര്യൻ മേടം രാശിയിലേക്ക് മാറുന്നതോടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മികച്ച നീക്കിയിരിപ്പ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റത്തിനോ സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഏപ്രിൽ 15-ന് മുമ്പ് മികച്ച അവസരങ്ങൾ വന്നെത്തും. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വളരെ നിർണായകമാണ്. കേതു 12ാം ഭാവത്തിൽ നിൽക്കുന്നത് വിദേശയാത്രകൾക്കും വിദേശവാസം കൊതിക്കുന്നവർക്കും അനുകൂല സാഹചര്യമാണ്. വിസ നടപടികളിൽ തടസ്സങ്ങൾ നീങ്ങും. IT മേഖലയിലുള്ളവർക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദേശത്ത് നിന്ന് പുതിയ ഓഫറുകൾ ലഭിക്കാൻ സാധ്യതയേറെയാണ്. ചില്ലറ വ്യാപാരം നടത്തുന്നവർക്കും ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ലാഭം വർദ്ധിക്കും. എന്നാൽ വലിയ സ്റ്റോക്കുകൾ എടുക്കുന്നതിന് മുമ്പ് വിപണി കൃത്യമായി പഠിക്കുക. 7ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം പങ്കാളിത്ത ബിസിനസ്സുകളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുക. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ നിയമോപദേശം തേടുന്നത് നന്നായിരിക്കും. ഫ്രീലാൻസ് ജോലികൾ ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കും ഡിസൈനർമാർക്കും ഈ മാസം പ്രശസ്തിയും പണവും ഒരേപോലെ ലഭിക്കും. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രൊമോഷനുകൾ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏപ്രിൽ 20-ന് ശേഷം തുടങ്ങുന്നതാണ് ഉചിതം. സാമ്പത്തിക സ്രോതസ്സുകൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. കുടുംബാംഗങ്ങളുടെയോ നിങ്ങളുടെ തന്നെയോ ആരോഗ്യത്തിനായി പണം ചെലവാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങളോ അസ്ഥിരോഗങ്ങളോ ഉള്ളവർ ശ്രദ്ധിക്കണം. വീട് മോടി പിടിപ്പിക്കാനോ വാഹനങ്ങൾ വാങ്ങാനോ വലിയൊരു തുക ചെലവാകാൻ സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാം. തീർത്ഥാടനങ്ങൾക്കോ വിനോദയാത്രകൾക്കോ ആയി പണം നീക്കിവെക്കേണ്ടി വരും. ഇത് മനസ്സിന് സന്തോഷം നൽകുമെങ്കിലും ബഡ്ജറ്റ് തെറ്റിക്കാതെ നോക്കണം.
ഭൂമിയിലോ കെട്ടിടങ്ങളിലോ നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വലിയ ലാഭം നൽകും. എന്നാൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഗുണകരമാകും. ഷെയർ മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡിംഗിനേക്കാൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. പുതിയ ചിട്ടികളിൽ ചേരാനും ഇൻഷുറൻസ് പോളിസികൾ എടുക്കാനും ഈ മാസം സമയം അനുകൂലമാണ്. എല്ലാ മേഖലകളിലും നേട്ടങ്ങളുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അത്തം നക്ഷത്രക്കാർ അതീവ ജാഗ്രത പുലർത്തണം. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിക്കും. ശനിയുടെ സ്വാധീനം മൂലം വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളാണെങ്കിൽ പോലും കൃത്യമായ രേഖകളില്ലാതെ വലിയ തുകകൾ കൈമാറരുത്. അത് തിരികെ കിട്ടാൻ പ്രയാസമായിരിക്കും. രാത്രികാല യാത്രകൾ കുറയ്ക്കുക. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കണം. ആധാരങ്ങൾ, ബാങ്ക് രേഖകൾ എന്നിവ ഒപ്പിടുന്നതിന് മുമ്പ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണെങ്കിലും കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് തൊഴിലിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. 7ാം ഭാവത്തിലെ ശനിയുടെ ദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി നടത്തുക. എള്ളുപായസം നിവേദിക്കുന്നതും ഗുണകരമാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര, പുഷ്പാഞ്ജലി എന്നിവ നടത്തുകയും ചെയ്യുക. മനസ്സിന് സമാധാനവും സാമ്പത്തിക അച്ചടക്കവും ലഭിക്കാൻ ഇത് സഹായിക്കും. സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നത് രാഹുകേതു ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കറുത്ത വസ്ത്രമോ എള്ളോ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. മാസത്തിന്റെ തുടക്കം സാമ്പത്തികമായി മിതത്വം പാലിക്കേണ്ട സമയമാണ്. പഴയ കുടിശ്ശികകൾ വന്നു ചേരാം. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. 2ാം വാരം കർമ്മരംഗത്ത് സമ്മർദ്ദം അനുഭവപ്പെടാം. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സാമ്പത്തികമായി അപ്രതീക്ഷിത ചെലവുകൾ കടന്നുവരാം. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. 3ാം വാരം സൂര്യന്റെ രാശിമാറ്റം നിങ്ങൾക്ക് വലിയ ഊർജം നൽകും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വേഗത്തിലാകും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണിത്. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കാം. മാസാവസാനം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ലഭിക്കും. പുതിയ വീടല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങാനുള്ള ചർച്ചകൾ വിജയകരമാകും. ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കഠിനാധ്വാനത്തിന് കൃത്യമായ ബലം ലഭിക്കുന്ന ആഴ്ചയാണിത്. അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. ദേവത സൂര്യൻ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കഠിനാധ്വാനം, പ്രായോഗിക സമീപനം, ബുദ്ധിശക്തി, സത്യസന്ധത, ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം എന്നിവ ഉണ്ടാകും. ചന്ദ്രന്റെ സ്വാധീനം കാരണം ഏത് ജോലിയും കഠിനാധ്വാനത്തിലൂടെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രായോഗിക സമീപനം സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തി തൊഴിൽപരമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും. എന്നാൽ അമിതമായ ചിന്തകൾ മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും സത്യസന്ധത പുലർത്തുന്നത് ഗുണകരമാകും. ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അതിനാൽ സൂക്ഷ്മത പാലിക്കുക. അത്തം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ശനിയുടെയും രാഹുവിന്റെയും സ്ഥാനങ്ങൾ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. പതറാതെ മുന്നോട്ട് പോകാനുള്ള മാനസിക ധൈര്യം നിങ്ങൾക്കുണ്ട്. വ്യാഴത്തിന്റെ അനുഗ്രഹം 10ാം ഭാവത്തിലുള്ളതിനാൽ നിങ്ങളുടെ കരിയറിൽ വലിയൊരു ബ്രേക്ക് ഈ മാസം പ്രതീക്ഷിക്കാം. അനാവശ്യമായ ആകുലതകൾ ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക. ഈശ്വരവിശ്വാസവും കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും ഉണ്ടെങ്കിൽ അത്തം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം അവിസ്മരണീയമാക്കാം.